ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹെൽപ്പിംഗ് ഹാൻഡ്സ്. നമ്മളിന്ന് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 4ാമത്തെ ചാപ്റ്ററായ അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്ന് പറയുന്ന അധ്യായമാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒറ്റ ക്ലാസ്സിൽ നമുക്കിത് എങ്ങനെ തീർക്കാമെന്ന് വിചാരിക്കാം. ആദ്യം തന്നെ ഈ പാഠത്തിനെ നമ്മൾ 3ആയിട്ട് തിരിക്കുകയാണ്. അതായത് ആ കാലത്ത് സമൂഹം നേരിട്ട അനീതികൾ ഒന്നാമത്തെ ഭാഗം. അതുപോലെ തന്നെ രണ്ടാമത്തെ ഭാഗത്തിൽ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, ആ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഇതിനെങ്ങനെ പോരാടി. മൂന്നാമതായിട്ട് നോക്കുന്നത് ഭരണഘടന അഥവാ നിയമങ്ങൾ എന്താ, ഇതിന് എന്തെല്ലാം പിൻബലങ്ങൾ നൽകി, പിന്നീട് എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവന്നു തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ ഒരുപാട് താമസിപ്പിക്കുന്നില്ല. പാഠം തുടങ്ങുന്നതിന് ഇപ്രകാരമാണ്. അതായത് അഗ്നിച്ചിറകുകൾ എന്ന് പറയുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ പുസ്തകത്തിലെ അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്ത് അദ്ദേഹം നേരിട്ട ഒരു അനീതിയെ പറ്റിയാണ് പറയുന്നത്. അദ്ദേഹം തൻ്റെ സുഹൃത്തായ രാമനാഥ ശാസ്ത്രിയോടൊപ്പം തൊട്ടടുത്താണ് പതിവായിട്ടിരിക്കാറ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അധ്യാപകൻ എന്ത് ചെയ്തു, ഇദ്ദേഹം മുസ്ലിമാണ്, മറ്റേതെന്താണ് ഹിന്ദു ആണെന്നുള്ള കാരണത്താൽ ഈ APJ അബ്ദുൽ കലാമിനെ പിന്നിലത്തെ ബെഞ്ചിലേക്ക് മാറ്റിയിരുത്തുകയാണ്. അദ്ദേഹം ഭയങ്കര സങ്കടപ്പെടുകയും വീട്ടിൽ ചെന്ന് മാതാപിതാക്കളോട് പറയുമ്പോൾ അധ്യാപകനെ അവർ കുട്ടികളുടെ അടുത്ത് തന്നെ വെച്ച് അധ്യാപകനെ വിളിക്കുകയും അതുപോലെ തന്നെ അവരുടെ സാന്നിധ്യത്തിൽ എന്ത് പറഞ്ഞു, നിഷ്കളങ്കരായ കുട്ടികളുടെ മനസ്സിൽ എന്താ, സാമൂഹ്യപരമായ അസമത്വങ്ങളും അതൊന്നും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പാകരുതെന്ന് പറഞ്ഞ് വിലക്കുകയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ഒരു അരികുവൽക്കരണം പറയുന്നത്, പഞ്ചമി എന്ന് പറയുന്ന ഒരു ദളിത് ബാലിക പഞ്ചമിനെ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുവരുവാണ്. അപ്പോൾ എവിടെയാണ്, ഊരാട്ടമ്പലത്തിലെ ഒരു കുടിപ്പള്ളിക്കൂടത്തിലാണ് ചേർക്കാൻ കൊണ്ടുവരുന്നത്. അപ്പോൾ എന്താ, ഇവിടെ ദളിത് ആണ് എന്നുള്ള കാരണത്താൽ ഈ ബാലികയെ സ്കൂളിൽ പഠിക്കാനായിട്ട് അനുവദിക്കുന്നില്ല. അപ്പോൾ ഇതിൽ പ്രതിഷേധിച്ച് പഞ്ചമിയുടെ കൈയും പിടിച്ച് ആര് വരുവാണ്, നമ്മുടെ അയ്യങ്കാളി വരികയാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു, ആ കുട്ടിയെ ബെഞ്ചിൽ കയറ്റിയിരുത്തുന്നു. പിന്നീട് എന്താണ്, ഇവിടുത്തെ സാമൂഹികമായിട്ട് ഉന്നതിയിൽ നിൽക്കുന്ന ജമ്മിമാർ ഈ സ്കൂളിൽ ബെഞ്ച് ഉൾപ്പെടെ സ്കൂളും ഒക്കെ കത്തിക്കുകയാണ്. അപ്പോൾ ഈ കത്തിക്കുമ്പോൾ എന്താണ്, അതിൻ്റെ പാതി ഓരോ അവശിഷ്ടങ്ങളൊക്കെ ആയിട്ടുള്ള ഈ സ്കൂൾ ഇപ്പോൾ ഒരു മ്യൂസിയമാണ് കേട്ടോ. അപ്പോൾ ഈ മ്യൂസിയത്തിൻ്റെ പേരെന്താണെന്ന് അറിയാമോ? ഈ സ്കൂളിൻ്റെ പേര് അയ്യങ്കാളി പഞ്ചമി സ്മാരക ഗവൺമെൻറ് UP സ്കൂൾ എന്നാണ്. അപ്പോൾ ആ കുട്ടീനെ മര്യാദയ്ക്ക് പഠിക്കാൻ അനുവദിച്ചാൽ പോരായിരുന്നോ? എന്തെല്ലാം പ്രശ്നങ്ങളാണല്ലേ ഉണ്ടായത്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് പ്രോബ്ലംസ് ആ കാലത്ത് ആൾക്കാർ നേരിട്ടിരുന്നു. അതിനെതിരെ ശബ്ദമുയർത്തിയ സാമൂഹ്യ നേതാക്കൾ ആരെല്ലാമാണെന്ന് നമുക്ക് നോക്കിയാലോ, അഥവാ സാമൂഹ്യ പരിഷ്കരണം അല്ലേ ഇവർ നടത്തിയത്. അപ്പോൾ അത് ആരൊക്കെയാണെന്ന് നോക്കിയാലോ. ചിത്രം നോക്കിക്കേ, ശ്രീനാരായണ ഗുരു, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, അയ്യ വൈകുണ്ഠസ്വാമി, ചട്ടമ്പി സ്വാമികൾ, വക്കം അബ്ദുൽ ഖാദർ മൗലവി, പൊയ്കയിൽ യോഹന്നാൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, ദാക്ഷായണി വേലായുധൻ തുടങ്ങിയവരൊക്കെ ഇത്തരത്തിൽ ഈ അരികവൽക്കരണത്തെ എതിർത്തവരാണ്. അതുപോലെ തന്നെ വേറെയും കുറേ ആളുകളുണ്ട് കേട്ടോ. നമുക്ക് നോക്കിയാലോ. ജ്യോതിറാവു ഫൂലെ, നമ്മളെ ഈ ദളിതർ എന്ന് പറയുന്ന ഈ പദമില്ലേ, അതായത് ജാതിമത ചൂഷണത്തിന് വിധേയമായിട്ട് സമൂഹത്തിൽ വിശേഷിപ്പിക്കുന്ന ഒരു പദമാണ് ദളിതർ. അവരെങ്ങനെ മാറ്റി നിർത്തുക. നമ്മൾ പറഞ്ഞില്ലേ, പഞ്ചമി എന്ന് പറയുന്ന കുട്ടി, ആ കുട്ടി ദളിതരാന്ന കാരണത്താലാണ് ആ കുട്ടിയെ സ്കൂളിൽ പഠിപ്പിക്കാതെ ഇരുന്നത്. അപ്പോൾ ഈ ദളിതർ എന്ന് പറയുന്ന ഒരു പദം ഇവരെ വിശേഷിപ്പിക്കാനായിട്ട് കൊണ്ടുവന്നത് ആരാണ്? ജ്യോതിറാവു ഫൂലെയാണ്. അതുപോലെ തന്നെ ഇവരെന്തൊക്കെ കൊണ്ടുവന്നു, സ്ത്രീകൾ, ദളിതർ എന്നിവർക്കായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആര് സ്ഥാപിച്ചു? ഫൂലെ സ്ഥാപിച്ചു. അടുത്തതായിട്ട് വേറൊരാളാണ് സാവിത്രി ഭായ് ഫൂലെ. അപ്പോൾ ഈ പേര് മാറിപ്പോരുത്. ആദ്യത്തെ ജ്യോതിറാവു ഫൂലെ, ഇതെന്താണ് സാവിത്രി ഭായ് ഫൂലെ. അപ്പോൾ പെൺകുട്ടികൾക്കായി ഇന്ത്യയിലാണ് കേട്ടോ. പെൺകുട്ടികൾക്കായിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപിച്ച സ്കൂൾ എവിടെയാണെന്ന് അറിയാമോ? പൂനെയിലാണ്. അവിടുത്തെ ഒരു പ്രധാന അധ്യാപികയായിരുന്നു സാവിത്രി ഭായ് ഫൂലെ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൃഷിക്കാർക്കും തൊഴിലാളികൾക്കുമായിട്ട് മറ്റൊരു പാഠശാല കൊണ്ടുവന്നു. നിശാ പാഠശാല. കാരണം അവരുടെ ജീവിതം ഇരുട്ടിലാണ്. നിശാ പാഠശാലയാണ് കൊണ്ടുവന്നത് കേട്ടോ. പിന്നീട് ഇവരുടെ സമഗ്രമായ സംഭാവനകളെയൊക്കെ പരിഗണിച്ച് പൂനെ യൂണിവേഴ്സിറ്റിയുടെ പേര് പിന്നീട് പുനർനാമകരണം ചെയ്യുകയാണ്. സാവിത്രി ഭായ് ഫൂലെ പൂനെ യൂണിവേഴ്സിറ്റി എന്നായിട്ട് മാറ്റുകയാണ്. അടുത്തൊരാളാണ് പെരിയാർ EV രാമസ്വാമി നായ്ക്കർ. ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ സ്വാഭിമാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണ് ഇദ്ദേഹം. അതുപോലെ തന്നെ ഇദ്ദേഹം ബ്രാഹ്മണന്മാരില്ലേ, അവരുടെ ആധിപത്യത്തിലുള്ള സാമൂഹ്യ വിവേചനത്തിനെതിരെ പൊരുതിയ ഒരാളാണ്. അതുപോലെ തന്നെ സ്ത്രീ വിദ്യാഭ്യാസത്തിനൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു, അതിനൊക്കെ പ്രാധാന്യം നൽകി. ഇനി വെറിയർ എൽവിൻ ഒരു നരവംശ ശാസ്ത്രജ്ഞനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഗോത്ര മനുഷ്യരില്ലേ, അവരുടെ ജീവിതം അതിനെ സംരക്ഷിക്കാനായിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, നിലകൊണ്ടത്. അതുപോലെ തന്നെ ഇനി അടുത്തതാണ് ഡോക്ടർ A അയ്യപ്പൻ. തൃശ്ശൂർ ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ഈഴവ ഗോത്ര സമുദായത്തെ പഠനത്തിന് അതിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത്. അടുത്തതാണ് നഞ്ചിയമ്മ എന്ന് പറയുന്നത്. അതായത് പാലക്കാടിലെ അട്ടപ്പാടിയിലെ ഗോത്ര വിഭാഗത്തിൽ പെടുന്ന ഒരു സ്ത്രീയാണ്. ഈ നഞ്ചിയമ്മയെ തേടിയെത്തിയത് 2020
രാജ്യത്തിലെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ്. അപ്പോൾ ഗോത്ര വിഭാഗത്തിൽ നിന്ന് ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ആളാരാണ്? നഞ്ചിയമ്മയാണ്. നഞ്ചിയമ്മയുടെ പാട്ട് ഏതാണ്? നിങ്ങൾക്കറിയാമല്ലേ? അതായത് ഇന്ത്യയിലെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്നൊക്കെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം നഞ്ചിയമ്മ വാങ്ങുന്നതൊക്കെ നമ്മുടെ എന്താണ് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ വൈവിധ്യമായ വാദ്യോപകരണങ്ങളൊക്കെ ഗോത്ര വിഭാഗക്കാർ നിർമ്മിക്കുന്നുണ്ട്. അതിൻ്റെ ചിത്രങ്ങളാണ് പെറേ, പിന്നെ തുടി, നാട്ടിപ്പണി, അതുപോലെ തന്നെ ദവിൽ എന്ന് പറയുന്നത്. ഇനി നമ്മൾ വേറൊരു കലാകാരിയെ പരിചയപ്പെടുവാണ്. നിലമ്പൂർ ആയിഷ. നിലമ്പൂർ ആയിഷയുടെ ജീവിതമൊക്കെ പ്രമേയമാക്കിയിട്ട് മഞ്ജു വാര്യറിൻ്റെ ഒരു ഫിലിം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ പിക്ചർ കാണിച്ചു തരാം കേട്ടോ വേഗം, അപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ നിലമ്പൂർ ആയിഷ എന്ന് പറയുന്നത് ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റ് ആയിരുന്നു. എന്നാൽ നാടകത്തിലൊക്കെ നിരവധി നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു അഭിനേത്രിയാണ്. ഇവിടെ ആ കാലഘട്ടങ്ങളിൽ ഈ നാടകത്തിൽ പോകുന്ന സ്ത്രീകളെയൊക്കെ ഭയങ്കര മോശമായിട്ടാണ് ചിത്രീകരിച്ചിരുന്നത്. അതുപോലെ തന്നെ അവർ ഒരുപാട് സാമൂഹിക എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ആയിഷയുടെ ജീവിതത്തിൽ പറയുന്നൊരു കാര്യം സ്റ്റേജിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കല്ലേറ് കിട്ടിയിട്ടുണ്ട്. അഭിനയം മോശമായതിൻ്റെ പേരിലല്ല, സ്ത്രീയാണ് അവിടെ അഭിനയിക്കുന്നത് എന്ന പേരിൽ കല്ലേറുകൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വെടിയുണ്ടകൾ ഏറ്റുവാങ്ങേണ്ടതായിട്ട് ജസ്റ്റ് മുഖം ഡയലോഗ് പറയുമ്പോൾ തിരിയുന്ന സമയത്ത് വെടിയുണ്ട കൊള്ളാതെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നിലമ്പൂർ ആയിഷ നേരിട്ട പ്രശ്നങ്ങളൊക്കെ നമ്മൾ എന്താണ് സൂചിപ്പിക്കുന്നത്? ആ സമൂഹത്തിൻ്റെ അത്തരത്തിലുള്ള ഒരു ചിന്താഗതി അവർ നേരിട്ട ആ പ്രശ്നങ്ങളെയാണ് കാണിക്കുന്നത്. പിന്നീട് പറയുന്നതാണ് പണ്ഡിത രമാഭായ്. അതായത് 19ാം നൂറ്റാണ്ടുകളുടെ സ്ത്രീകളുടെ അവകാശത്തിനൊക്കെ പോരാടിയ ഒരാളാണ്. അതുപോലെ തന്നെ വിധവകളുടെ വിദ്യാഭ്യാസത്തിനും ക്ഷേമത്തിനൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഡോക്ടർ പുന്നൻ ലൂക്കോസിനെ പറ്റി പറയുമ്പോൾ പുള്ളിക്കാരി ഉണ്ടായിരുന്ന സമയത്ത് ഇന്ത്യയിൽ സർവകലാശാലയിൽ സ്ത്രീകൾക്ക് MBBS പ്രവേശനം നൽകിയില്ല. പകരം എവിടെ പോയി പ്രവേശനം നേടി? ബിരുദം കരസ്ഥമാക്കിയത് ലണ്ടനിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ലണ്ടനിൽ നിന്ന് ബിരുദമൊക്കെ നേടി വന്നു വൈദ്യശാസ്ത്രത്തിൽ. അതുപോലെ തന്നെ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യത്തെ വനിതാ പ്രതിനിധി കൂടിയായിരുന്നു. ജാനകി അമ്മാൾ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് സ്വീറ്റായിട്ട് നമുക്ക് ഓർത്തിരിക്കാം. അതായത് കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം കരിമ്പ് വികസിപ്പിച്ചെടുത്തു ജാനകി അമ്മാൾ. അതുപോലെ തന്നെ ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറലുമാണ്. അതുപോലെ തന്നെ ഈ സംഭാവനകളൊക്കെ പരിഗണിച്ച് 1977 രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആ കാലത്ത് ആർക്ക്? ജാനകി അമ്മാളിന്. പിന്നെ നമുക്ക് ഇത്തരത്തിൽ മാറ്റി നിർത്തപ്പെടുന്ന മറ്റൊരു വിഭാഗമാണ് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. ആരാണ് ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്? അതായത് അവർക്ക് ജനന സമയത്ത് നൽകിയിട്ടുള്ള ആ ലിംഗപദവിയുമായിട്ട് പൊരുത്തപ്പെടാത്ത വ്യക്തി. ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന മെന്നും ഉണ്ടാവും, അതുപോലെ തന്നെ വുമണും ഉണ്ടായിരിക്കും. അപ്പോൾ ട്രാൻസ്ജെൻഡർ പുരുഷന്മാർ, ട്രാൻസ്ജെൻഡർ സ്ത്രീകളുണ്ടായിരിക്കും. ആ ജനന സമയത്ത് നൽകിയിരിക്കുന്ന ആ ലിംഗപദവിയായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പൊരുത്തപ്പെടാൻ പറ്റില്ല. ഓപ്പോസിറ്റ് ആയിരിക്കും അവർ. അപ്പോൾ ന്യൂനപക്ഷം എന്ന് പറയുന്നത് മൊത്തം ജനസംഖ്യയിൽ കുറവുള്ളത്, അതായത് എണ്ണത്തിൽ കുറവുള്ളവരാണ് ന്യൂനപക്ഷങ്ങൾ എന്നറിയപ്പെടുന്നത്. നമുക്ക് ചുറ്റുമുള്ള ലോകം എല്ലാവർക്കും ഒരുപോലെയാണോ കിട്ടുക? അല്ല അല്ലേ? അപ്പോൾ അതിന് നിയമപരമായ സാധ്യതകൾ നമുക്ക് നോക്കാം. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണത്തിനായിട്ട് 2016 ഒരു നിയമം കൊണ്ടുവന്നത് ആർക്ക് വേണ്ടിയാണ്? ഭിന്നശേഷിക്കാർക്ക് വിവേചനരഹിതവും തുല്യവും ഉള്ള ഒരു സാമൂഹ്യ ജീവിതം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ കൊണ്ടുവന്ന ഒന്നാണ് പാരാലിമ്പിക്സ് എന്ന് പറയുന്നത്. 1948 ഇത് ആരംഭിച്ചത്. ഭിന്നശേഷിയുള്ള അത്ലറ്റുകളെ മത്സരിപ്പിക്കുന്ന ഒരു അന്താരാഷ്ട്ര കായിക മത്സരമാണിത്. ഈ ഡോക്ടർ BR അംബേദ്കർ നമ്മുടെ ഭരണഘടനാ ശില്പിയാണ്. ഇത്തരത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് നിയമങ്ങളുടെ സംരക്ഷണം ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. ശാരീരികപരമായി വെല്ലുവിളി നേരിടുന്നവർക്ക് വേണ്ടി നമുക്ക് എന്തെല്ലാം കൊണ്ടുവരാം? പൊതു ഇടങ്ങളിൽ വീൽ ചെയർ ഉന്തിക്കൊണ്ടു പോകുന്നതിനുള്ള റാമ്പുകൾ കൊണ്ടുവരാം. അതുപോലെ തന്നെ അവർക്ക് പിടിച്ച് കയറുന്നതിനൊക്കെ ആയിട്ട് കൈപ്പിടികൾ കൊണ്ടുവരാം. അതുപോലെ തന്നെ കാഴ്ചയ്ക്ക് പരിമിതി ഉള്ളവർക്ക് ബ്രെയിൽ ലിപിയും, അതുപോലെ തന്നെ കേൾവിക്ക് പ്രോബ്ലം ഉള്ളവർക്ക് നമുക്ക് ഓഡിയോ ലൈബ്രറികളും കൊണ്ടുവരാം. ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്ക് അവർക്ക് സൗഹൃദപരമായ രീതിയിലുള്ള ശുചിമുറികളും ഒക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് അധികവൽക്കരിക്കപ്പെട്ടവരെ സ്വയം മുന്നോട്ട് അവരെ വരുത്താനായിട്ട് നമ്മളും നമ്മുടെ ഭരണകൂടവും ശ്രമിക്കേണ്ടതുണ്ട്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായോ? നിങ്ങൾക്ക് എന്ത് ആശയമാണ് ഇതിൽ നിന്ന് കിട്ടിയത്? നിങ്ങളുടെ ക്ലാസ്സിൽ ഇത്തരത്തിൽ ശാരീരികമായി വെല്ലുവിളികൾ നേരിടുന്ന ഒരാളെ കണ്ടാൽ നിങ്ങൾ എന്താ ചെയ്യുക? മാറി നിൽക്കുകയാണ് ചെയ്യുക? മറിച്ച് എന്ത് ചെയ്യണം? നിങ്ങളുടെ മനോഭാവം മാറ്റണം. അവരെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അവരെന്ത് ചെയ്യുക? ക്ലാസ്സിലാണെങ്കിലും പൊതുസ്ഥലത്താണെങ്കിലും എന്ത് ചെയ്യുക? ഹെൽപ്പ് ചെയ്യുക. അത്തരത്തിലൊരു മെൻറ്റാലിറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഈ ക്ലാസ് കഴിഞ്ഞ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലൊരു മെൻറ്റാലിറ്റി നിങ്ങൾ നേടിയിരിക്കണം. ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായ നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.